മലപ്പുറത്ത് കോൺഗ്രസ് എംഎൽഎമാർക്കായി സംഘടിപ്പിച്ച സ്വീകരണത്തിൽ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ഒളിയമ്പുമായി കെ. മുരളീധരൻ. തെരഞ്ഞെടുപ്പ് വിജയം മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൂടി അവകാശപ്പെട്ടതാണെന്ന് കെ. മുരളീധരൻ. ഇന്നലെ നടന്ന പരിപാടിയിലാണ് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി ഉൾപ്പെടെ എംഎൽഎമാർ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി രംഗത്ത് വന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ തവനൂരിൽ വിജയിച്ചതിൽ വിജയിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുമ്പോഴും എനിക്ക് സീറ്റ് ലഭിക്കുമ്പോഴും ഞാൻ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെ കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട ശ്രീ കെ.സി. വേണുഗോപാൽ MP ആണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കണമോ മത്സരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വേണ്ടി മറ്റ് 140 സീറ്റുകളിൽ 139 കാര്യത്തിൽ എടുത്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധിക്കുക എന്നെ കെയർ ചെയ്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ.സി. വേണുഗോപാൽ MP ആണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വിജയിക്കുന്നത് വരെ അദ്ദേഹം എനിക്ക് വേണ്ടി എടുത്ത ആ പ്രത്യേകമായൊരു സ്ട്രെയിൻ അത് കൃത്യമായി ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ എല്ലാവരും എന്ന് ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാത്തവരാരും ഇല്ല. നിങ്ങളൊക്കെ എന്നെ ജയിപ്പിക്കാൻ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, എനിക്ക് മത്സരിക്കാൻ എനിക്ക് അവസരം തന്നത് മറ്റാരുമല്ല. ഞാൻ പറയുന്നു, സാക്ഷാൽ കെ.സി. വേണുഗോപാലാണ് എന്നത് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. മലപ്പുറത്ത് 4 MLA-മാരുടെ ഒരു സ്വീകരണ യോഗത്തിനകത്ത് കെ.സി. വേണുഗോപാലിനെ മാത്രം പുകഴ്ത്തി എന്നൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കുറിച്ച് വാർത്ത പോലും പറഞ്ഞിട്ടില്ല. കെ.സി.ആണ് എല്ലാത്തിനും. അല്ല, പൊന്നാനി MLA പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ കേരളത്തിൽ ഭരണം നടക്കുന്നത്. അപ്പൊ അതിന്റെ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കും കൂടെ അവകാശപ്പെട്ടു. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും MLA-മാർക്കിടയിൽ ഇപ്പോഴും തന്റെ സ്വാധീനം ശക്തമാണ് എന്ന് കെ.സി. വേണുഗോപാൽ ഉറപ്പിച്ച് പറയുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് നൽകുന്ന സൂചനകൾ? തീർച്ചയായും സമീപകാല സംഭവങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള MLA-മാരുടെ ഒരു സ്വീകരണ യോഗത്തിൽ കെ.സി. വേണുഗോപാലിനെ പ്രശംസിച്ചുകൊണ്ട് മലപ്പുറത്ത് MLA-മാർ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അതിനകത്ത് എല്ലാവരും കെ.സിയെ പുകഴ്ത്തുന്നു. ആ ഭാഗത്ത് നയിക്കുന്ന മുഖ്യമന്ത്രിയെ ബോധപൂർവ്വം ഒഴിവാക്കുകയും ചെയ്യുന്നു. അത് വിവാദമാകാനുള്ള കാരണം സമീപകാലത്ത് തന്നെ പല സംഭവങ്ങളിലും വി.ഡി. സതീശൻ വിവാദത്തിൽപ്പെടുന്ന, അദ്ദേഹം പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ മന്ത്രിസഭയിലുള്ള മറ്റ് അംഗങ്ങൾ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം നടത്തുന്നില്ല. 2 വിഭാഗമായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മുതൽ ഉള്ള വൈരാഗ്യവും വിദ്വേഷവും വിഭാഗീയതയും അതുപോലെ തന്നെ മന്ത്രിസഭയിലും MLA-മാരുടെ മാനസികാവസ്ഥയിലും നിലനിൽക്കുന്നു എന്നതാണ് അതിന്റെ സൂചനകൾ. അത് കഴിഞ്ഞ ദിവസത്തെ മലപ്പുറത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ വലിയ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇതുവരെ ഔദ്യോഗികമായി മറ്റു നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും കെ. മുരളീധരൻ, മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹമാണ് ഏറെക്കുറെ ഒരു ഒളിയമ്പു നൽകി വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനവും പ്രതികരണവും ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയത്. ഏത് തരത്തിലുള്ള പുകഴ്ത്തലായിരുന്നാലും ഏത് തരത്തിലുള്ള പ്രശംസയായിരുന്നാലും അത് മുഖ്യമന്ത്രിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഒരു ഭാഗമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റ് വിവാദങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ 2 ചേരിയായി കേരളത്തിലെ കോൺഗ്രസും ഒപ്പം തന്നെ മന്ത്രിസഭയിൽ നിലനിൽക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ എന്ന പവർ ഗ്രൂപ്പ്, അധികാരത്തിന്റെ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിലെ പ്രബല ശക്തി. പക്ഷേ ഇത്തരം വിവാദങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനങ്ങളിൽ പല കാര്യങ്ങളിലോടും ഇവർക്ക് വിയോജിപ്പുണ്ട്. പരസ്യമായി തള്ളിപ്പറയുന്നില്ല എങ്കിലും പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നത് പല വിഷയങ്ങളിലും അവർക്കുള്ള വിയോജിപ്പ് തന്നെയാണ്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കെ.സി. വിഭാഗത്തിന്റെയും പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിന്റെയും ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പ്രബലമായിട്ടുള്ള എല്ലാ നേതാക്കളുടെയും പിന്തുണ കെ.സിക്ക് അനുകൂലമായി ഇപ്പോഴും നിലനിൽക്കുന്നു. മാത്രമല്ല മറുവിഭാഗമായി മറുചേരിയായി തന്നെ തികഞ്ഞ ഒരു മനോഭാവത്തോടെ തന്നെ MLA-മാരും മന്ത്രിമാരും നിലനിൽക്കുന്നു എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തുണ്ടായ സ്വീകരണ യോഗവും ആ സ്വീകരണ യോഗത്തിൽ പ്രത്യേക പ്രശംസ കെ.സി. വേണുഗോപാൽ അനുകൂലമായി പറഞ്ഞതും. പക്ഷേ അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായം പരോക്ഷമായെങ്കിലും അതിനെ എതിർത്ത് രംഗത്തെത്തിയത് കെ. മുരളീധരൻ മാത്രമാണ്. നൃപൻ, അതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, അതായത് ഇതിൻ്റെ പോസ്റ്ററിൽ
മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു ചെറിയ പടം പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നൊരു വാർത്തകൾ വന്നിരുന്നു. അതായത് ഒരു വിട്ടുവീഴ്ചയും KC പക്ഷം വി.ഡി. സതീശനോട് കാണിക്കില്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം കൂടി കൊടുക്കേണ്ടതല്ലേ MLA-മാരുടെ ഒരു പരിപാടിയിൽ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നു. സ്വാഭാവികമായി സർക്കാരുമായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയാണ് നയിക്കുന്നയാൾ. സ്വാഭാവികമായി അതുകൂടി പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരം സ്വീകരണ യോഗങ്ങളിലൊക്കെ തന്നെ നേതാക്കൾ സംസാരിക്കുക. മാത്രമല്ല ഇത്തരം സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഒപ്പം മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തും. കാരണം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക, ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പരസ്യമായ നിലപാട് ഈ നേതാക്കൾ സ്വീകരിച്ചിരുന്നില്ല. ഇന്നെന്തുകൊണ്ട് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരാണ്. അത് ജനത്തെ തെരുവിലേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി പദം പിടിച്ചെടുത്തു വി.ഡി. സതീശൻ എന്ന തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് KC വിഭാഗം നേതാക്കൾക്ക് ഉള്ളത്. കേരളത്തിലെ KPCCയുടെ ഔദ്യോഗിക വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഇതേ അഭിപ്രായമുണ്ട്. പാർട്ടിയും സർക്കാരും രണ്ട് വഴിക്കാണ് എന്ന തരത്തിലുള്ള വിമർശനവും പാർട്ടിക്കകത്ത് ശക്തമാണ്. അതുകൂടി നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്നത്. പക്ഷേ പലരും പരസ്യമായി ഓൺ ചെയ്യാൻ തയ്യാറാകുന്നില്ല. KC ഈ കാര്യങ്ങളിൽ പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അല്ല എങ്കിൽ ഇങ്ങനൊരു ചേരി രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഇനി വി.ഡി. സതീശൻ ക്യാമ്പാണ് അവരുടെ പ്രതികരണം നടത്തേണ്ടത്. K. മുരളീധരൻ മാത്രമാണ് ഇക്കാര്യത്തിൽ ആദ്യമായി ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഷമ്മി നിർഭനാണ് വിവരങ്ങൾ